വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്, ഇപ്പോൾ ഏപ്രിൽ ചക്കയൊക്കെ സീസണായില്ലേ, അപ്പോൾ അതിൻ്റെ കുരു വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഫ്രൈ പറയാം. സോ അതിനായി കുറച്ച് ചക്കക്കുരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കണം, എന്നിട്ട് വരും വീഡിയോയിലേക്ക് പോകാം, നോക്കാം. നമ്മൾ എടുത്തു വെച്ച ചക്കക്കുരുവൊക്കെ ഒരു ഇടികല്ലിലിട്ടിട്ട് ചതച്ച് അതിൻ്റെ തോലെടുത്തിട്ട് അതിനെയൊക്കെ എല്ലാം നേരാക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാ ചക്കക്കുരുവും തോല് കളഞ്ഞ്, അതൊരു ഇത്തിരി ഒരു പണിയേ ഉള്ളൂ ഇതിൽ, ബാക്കി കുഴപ്പമില്ല, വേഗം കഴിയും. ഓക്കെ, ഇതെല്ലാം തൊലി കളഞ്ഞ് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് ചതയ്ക്കാനായി ഒരു 10-20 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ദെൻ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും വേണം കേട്ടോ. നേരാക്കി വെച്ച ചക്കക്കുരുവൊക്കെ ഒരു കുക്കറിലിട്ട് നന്നായി 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടാൻ പാടില്ല, അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. നമ്മളൊരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചുവല്ലോ, അതിനെ ഒരു ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ ചതച്ച് കഴിഞ്ഞിട്ട് അതിനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതേപോലെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇടികല്ലിലിട്ടിട്ട് നല്ലോണം ചതച്ച് അതേ പ്ലേറ്റിൽ തന്നെ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടല്ലോ, അതിനെയും കൂടി ചതക്കുക കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി കഷ്ണങ്ങളാക്കി ഇതേപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. അതിനെയും കൂടി ആ പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് വയ്ക്കുക. ബൈ ദ ടൈം കുക്കറിൽ ചക്കക്കുരുവൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ആറിക്കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെന്തോന്നറിയാൻ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ അറിയാം കേട്ടോ. ഇനി ഒരു പാനിൽ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക കേട്ടോ. അതിനെ ഒന്ന് നല്ലോണം വഴറ്റുക. അത് കഴിഞ്ഞ് അത് ഇത്തിരി വഴന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ഫ്രൈ ആവണം, അത് മൂത്ത് വരണം കേട്ടോ. പിന്നെ ചക്കക്കുരുവിൽ ഞാൻ ഉപ്പ് നേരത്തെ ഇടണ്ട എന്ന് പറയണത്, ചക്കക്കുരുവിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് വേവില്ല. ഓക്കെ, അതങ്ങനെ കല്ല് പോലെ കിടക്കും. പിന്നെ ആവശ്യത്തിന് ഇതിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലോണം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ എല്ലാം നല്ലോണം മൂത്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ ചക്കക്കുരു ആഡ് ചെയ്യുക കേട്ടോ. ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ആൾറെഡി അത് വെന്തതുകൊണ്ട് നമ്മൾ ആ എണ്ണയിലും ആ മുളകിലും ഉള്ളിയിലും എല്ലാം കൂടി ഇട്ട് അത് നല്ലോണം ഒന്ന് നല്ല ഫ്രൈ ആയി കിട്ടും. അതുവരെ നമ്മളൊന്ന് വെക്കണം കേട്ടോ. കുറച്ച് തീയൊക്കെ കുറച്ച് സിമ്മിലാക്കി വെച്ചാൽ മതി. ഇത് ആ ചക്കക്കുരു നേരാക്കണ സമയവും വേവിക്കണ സമയമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ്. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ചക്കക്കുരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ചക്കയും ചക്കക്കുരുവും ഒക്കെ കിട്ടുന്ന നല്ല സീസണാണല്ലോ. സോ ഇത് വന്ന് നമ്മൾ എന്താ പറയുക, ഒരു ചക്കക്കുരു വന്ന് ആ ഒരു മാംസത്തിൻ്റെ ഈക്വലായ ഒരു ഗുണമാണ് അതിലുള്ളത് ചക്കക്കുരുവിൽ കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.